നമസ്കാരം. നമ്മളിന്ന് ഒരു പുതിയ ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് മെട്രിസസ്, MATRICES. അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ അമ്മു എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. അതിൻ്റെ ആവശ്യം ഇതാണ്: 5 നോട്ട്ബുക്സ്, 2 പെൻസ്, 4 പെൻസിൽസ്. 5 നോട്ട് ബുക്കുകളും 2 പേനയും 4 പെൻസിൽസും വേണം. ഇതേപോലെ അപ്പുവിന് ഇപ്പോൾ ഒരു ആവശ്യമുണ്ട്: 6 നോട്ട്ബുക്ക്, 3 പെൻസ്, 5 പെൻസിൽസ്. ഈ ആവശ്യം പറഞ്ഞപ്പോൾ ഇവരുടെ അമ്മ പറഞ്ഞത് എന്താണ്? മേക്ക് എ ലിസ്റ്റ് ആൻഡ് ഗീവ് ടു മീ. ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ഈ ലിസ്റ്റ് എനിക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ലിസ്റ്റ് നോക്കാം. ആദ്യം അപ്പുവിൻ്റെ ലിസ്റ്റാണ്. അപ്പു ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, 2 പേരുടെയും കൂടെ. നോട്ട്ബുക്സ് അപ്പുവിന് 6, അമ്മു 5, പെൻസ് 3, 2, അപ്പുവിന് പെൻസിൽസ് 5, അമ്മുവിന് പെൻസിൽസ് 4. ഇങ്ങനൊരു ലിസ്റ്റ് അപ്പു ഉണ്ടാക്കി. ഇതുപോലെ വേറൊരു ലിസ്റ്റ് അമ്മുവും ഉണ്ടാക്കി. അമ്മു ഉണ്ടാക്കിയ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അമ്മുവിൻ്റെ ലിസ്റ്റ്. ആറ്, 5, 3, 2, 5, 4. ഇങ്ങനെ 2 പേര് ഓരോ ലിസ്റ്റ് ഉണ്ടാക്കി. ഈ ലിസ്റ്റാണ് അവർ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാവും? അപ്പു അറേഞ്ച് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പുവിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു: 6, 3, 5, 5, 2, 4. ഇതാണ് അപ്പുവിൻ്റെ അറേഞ്ച്മെൻറ്റ്. അമ്മുവിൻ്റെ അറേഞ്ച്മെൻറ്റോ 6, 5, 3, 2, 5, 4. 2 രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് ഇവർ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാൻ യു ഫൈൻഡ് മോർ അറേഞ്ച്മെൻറ്റ്സ് ലൈക്ക് ദിസ്? ഇതുപോലുള്ള കൂടുതൽ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാ വേറൊരു അറേഞ്ച്മെൻറ്റ്. ഇതാണ്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമുക്ക് എഴുതാം. അപ്പു അമ്മയോട് എഴുതി. ഇവിടെ പെൻസ്, നോട്ട്ബുക്സ്, പെൻസിൽസ്. നേരത്തെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. പല രീതിയിൽ നമുക്ക് ഈ നമ്പറുകളെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എവിടെ വരേണ്ട? ഡെഫിനിഷൻ ഓഫ് മെട്രിക്സിലേക്ക് വരേണ്ടത്. അതായത് ഇൻ മാത്തമാറ്റിക്സ് എ മെട്രിക്സ്, അത് മാട്രിക്സ് ആണ് അതിൻ്റെ പ്ലൂറൽ, ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ്. അറേ മീൻസ് അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ്, സിമ്പിൾസ് ഓർ എക്സ്പ്രഷൻസ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. റോസും കോളംസുമായിട്ട് നമ്പേഴ്സിനെ അല്ലെങ്കിൽ എക്സ്പ്രഷൻസിനെ അല്ലെങ്കിൽ സിമ്പിൾസിനെ അറേഞ്ച് ചെയ്യുന്ന അതിനെ പറയുന്ന പേരാണ് മെട്രിക്സ്. അതിൻ്റെ പ്ലൂറലാണ് മെട്രിസസ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ഒരു അറേഞ്ച്മെൻറ്റ് നോക്കുക. വരിയും നിരയുമായിട്ട് ഈ പറഞ്ഞ നമ്പേഴ്സുകളെയോ സിമ്പിൾസുകളെയോ എക്സ്പ്രഷൻസിനെയോ ഒക്കെ അന്ന് അറേഞ്ച് ചെയ്യുന്നു. അതാണ് എക്സാമ്പിളാണിത്. 15 ആ പറഞ്ഞ നമ്പറുകൾ ഒരു എക്സാമ്പിളാണ്. 15, 6, 10, 2, 13, 5. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. അപ്പോൾ ഇതിന് 3 റോയും 2 കോളവും ഉണ്ട്. ഫസ്റ്റ് കോളത്തിലെ എലമെൻസുകളാണിത്: 15, 10, 13. സെക്കൻഡ് കോളത്തിലെ എലമെൻസ് ആണ് 6 to 5. ഫസ്റ്റ് റോയിലെ എലമെൻസ് 15, 6. സെക്കൻഡ് റോ എലമെൻസ് 10, 2. തേർഡ് റോ എലമെൻസ് 13 and 5. ഇനി ഹിയർ ഫസ്റ്റ് റോ എലമെൻസ് ആർ 15, 6. സെക്കൻഡ് റോ എലമെൻസ് ആർ 10, 2. തേർഡ് റോ എലമെൻസ് ആർ 13 and 5. ഇതേപോലെ ഫസ്റ്റ് കോളം എലമെൻസ് 15, 10, 13. സെക്കൻഡ് കോളം എലമെൻസ് ആർ 6 to 5. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്, അതായത് വരിയും നിരയുമായിട്ട് ഉള്ള ഈ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സിൻ്റെ പ്ലൂറലാണ് മെട്രിസസ്. ഇനി ഈസ് ഇറ്റ് പോസിബിൾ ടു കൺസ്ട്രക്റ്റ് എ മെട്രിക്സ് യൂസിങ് ജിയോജിബ്ര എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജിയോജിബ്ര ഉപയോഗിച്ച് മെട്രിക്സ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റും. അത് നമുക്കൊരു ടേബിൾ ഫോമിൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് വിശദമായിട്ട് ഇതിൻ്റെ ലാബ് വർക്കിനകത്ത് വരുന്നുണ്ട്. നമുക്കത് പഠിക്കാൻ പറ്റും. ഇനി ഒരു മെട്രിക്സ് ഒന്ന് നോക്കുക. കൺസിഡർ ദ മെട്രിക്സ്. ഇത് വായിക്കേണ്ടത് മെട്രിക്സ് sin x 0, cos x, then x 2 minus 1, 3, 4, 6. റൈറ്റ് ദ എലമെൻറ്റ്സ് ഇൻ സെക്കൻഡ് റോ. സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സുകളൊന്ന് പറയാം. ഇപ്പോൾ ഏതായിരിക്കും സെക്കൻഡ് റോ എലമെൻറ്റ്സുകൾ? x 2 minus 1. Then write the element in
തേർഡ് റോ സെക്കൻഡ് കോളം. തേർഡ് റോ എന്ന് പറയുമ്പോൾ ഇത് ഒന്നാമത്തെ റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, സെക്കൻഡ് കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം. അത് ഏത് എലമെൻ്റ് ആയിരിക്കും? 4 ആയിരിക്കും അവിടുത്തെ എലമെൻറ്റ്. ദ എലമെൻറ്റ് ഈസ് 4. ദെൻ അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് കൺസിഡർ ദ മെട്രിക്സ് A32110 ഹിയർ നമ്പർ ഓഫ് റോസ്, എത്ര റോസ് ഉണ്ടെന്ന് നോക്കി ഇവിടെ 2, ആൻഡ് നമ്പർ ഓഫ് കോളംസ് 3. 2 റോയും 3 കോളവും, 2 റോയും 3 കോളവും. അങ്ങനെ വരുമ്പോൾ നമ്മളതിനെ പറയും A is said to be of order 2/3. ഇതിൻ്റെ ഓർഡർ എത്ര എന്ന് പറയും? 2/3. കാരണം 2 റോയും ഉണ്ട്, അതിന് 3 കോളംസും ഉണ്ട്. ഇങ്ങനെ നമുക്കൊരു മെട്രിക്സിൻ്റെ ഓർഡർ പറയാം. ആദ്യം നമ്മൾ എന്താ റോയുടെ എണ്ണം പറയുക, പിന്നെ നമ്മൾ കോളംസിൻ്റെ എണ്ണം കൂടെ പറയണം. അങ്ങനെ നമുക്കതിൻ്റെ ഓർഡറിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടെൽ മീ ദ ഓർഡർ ഓഫ് മൈ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അമ്മു പറയുവാണ്, അമ്മുവിൻ്റെ ഓർഡറിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ഓർഡർ ഒന്ന് പറയാമോ? അപ്പോൾ അപ്പു അതുപോലെ പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു അമ്മുവിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എത്ര റോസ് ഉണ്ടെന്ന് നോക്കി ഇവിടെ 1, 2, 3 റോസ്. എത്ര കോളംസ്? 2 കോളംസ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ വരുന്ന 3/2. അപ്പോൾ അപ്പുവിൻ്റെ നോക്കി 2 റോ 3 കോളം, അത് എത്ര ആയിരിക്കും? 2/3. ഇത് 3/2, ഇത് 2/3. ആർ ദ ഓർഡേഴ്സ് സെയിം? ഈ ഓർഡറുകൾ സെയിം ആണോ? അല്ല. കാരണം എന്താ? ഒന്ന് 3/2 ആണ്, ഒന്ന് എത്രയാണ്? 2/3 അപ്പോൾ ഈ ഓർഡറുകൾ എന്തല്ല? ഓർഡറുകൾ സെയിം അല്ല. ഓർക്കുക, 3/2ഉം 2/3ഉം സെയിം അല്ല. 3/2 എന്ന് പറയുമ്പോൾ 3 റോ 2 കോളം, 2/3 എന്ന് പറയുമ്പോൾ 2 റോ 3 കോളം. ഇതൊരിക്കലും സെയിം അല്ല എന്ന് അറിഞ്ഞിരിക്കുക. Then order of a matrix. A matrix having m rows and n columns is called a matrix of order m/n. നമുക്കിത് വായിക്കേണ്ടത് m × n എന്നല്ല, m/n. ഒരു മെട്രിക്സിന് m റോസും n കോളംസും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ m/n ആയിരിക്കും. ഓർ സിംപ്ലി m/n മെട്രിക്സ്. റീഡ് ആസ് ആൻ m/n മെട്രിക്സ്. ഇത് വായിക്കേണ്ടത് m × n അല്ല, m/n. അതായത് m റോസും n കോളംസും ഉണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഓർഡർ എപ്പോഴും m/n ആയിരിക്കും. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇൻ ജനറൽ ആൻ m/n മെട്രിക്സ് ഹാസ് ദി ഫോളോയിങ് റെക്റ്റാങ്കുലർ അറേ. ഇതാണ് ഒരു m/n മെട്രിക്സ്. m റോസും n കോളംസും ഉള്ള മെട്രിക്സ്. അപ്പം A11, A12, A13 എക്സെട്ര A1n. അതിൻ്റെ അർത്ഥം A11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, A12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, A13 ഫസ്റ്റ് റോ തേർഡ് കോളം എക്സെട്ര A1n ഫസ്റ്റ് റോ nth കോളം. അല്ല ഇങ്ങനെ പറയാം, ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ് A11, A12 ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റോ A13 ഫസ്റ്റ് റോ തേർഡ് എലമെൻറ്റ്, A21 അതിൻ്റെ അർത്ഥം സെക്കൻഡ് റോ ഫസ്റ്റ് എലമെൻറ്റ്, A22 സെക്കൻഡ് റോ സെക്കൻഡ് എലമെൻറ്റ്, അടുത്ത A23 സെക്കൻഡ് റോ തേർഡ് എലമെൻറ്റ് എക്സെട്ര. ഇങ്ങനെ പോവാം. ഇങ്ങനെ നമുക്ക് ഒരു മെട്രിക്സിനെ എഴുതാം, m/n മെട്രിക്സിനെ. അതിന് ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാം, A = മെട്രിക്സ് Aij. ഇവിടെ ഐയുടെ വേരിയേഷൻ, ഐ എന്ന് പറഞ്ഞാൽ റോസ് ആണ്. റോസ് 1, 2, 3 എക്സെട്ര m വരെ. അപ്പോൾ m റോസും j ആണെങ്കിൽ കോളംസ് ആണ് 1, 2, 3 എക്സെട്ര n. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1 < i < m, 1 < j < n. I, j are നാച്ചുറൽ നമ്പേഴ്സ്. അത് 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സും ഇവിടെ 1 മുതൽ m വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ജനറൽ ഫോം പറയാം. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ദി എലമെൻറ്റ്സ് ith റോ കൺസിസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സ്. ith റോ ഇവിടെ ഉണ്ട് ai1, ai2, ai3 എക്സെട്ര ain. അതേപോലെ jth കോളമാണെങ്കിൽ ഇവിടെ ഉണ്ട് a1j, a2j, a3j എക്സെട്ര amj. ഇങ്ങനെ നമുക്കൊരു ജനറൽ ഫോമിൽ എഴുതാം, m/n മെട്രിക്സിനെ എഴുതാൻ സാധിക്കും. ഇനി A11 means elements in first row first column or ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ്. ഇങ്ങനെയും പറയാം. A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലെങ്കിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻ്റ് എന്നും പറയാൻ പറ്റും. ദെൻ അപ്പോൾ A32 എന്തായിരിക്കും? തേർഡ് റോ സെക്കൻഡ് എലമെൻറ്റ് അല്ലെങ്കിൽ എലമെൻറ്റ് ഇൻ തേർഡ് റോ സെക്കൻഡ് കോളം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Then
നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിൻ്റെ എലമെൻസുകളാണ് ചോദിച്ചേക്കുന്നത്. -1 2 3 4 5 6 0 -2 4. ക്യാൻ യു ഫൈൻഡ് A23 ആൻഡ് A12? A23 എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ്. ഫസ്റ്റ് റോ ഇത്, സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ് എത്ര? 6 ആണ്. അപ്പോൾ A23 എത്ര ആയിരിക്കും? 6 ആയിരിക്കും. A12 ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെൻറ്റ്, 2 ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. A23 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ് 6 ആണ്. ദെൻ A12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് എത്രയാണ്? 2 ആണ്. ഇങ്ങനെ നമുക്ക് ആ എലമെൻസിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. റൈറ്റ് ദ ഓർഡർ ഓഫ് ദി ഫോളോയിങ് മെട്രിക്സസ്. ഹൗ മെനി എലമെൻറ്റ്സ് ആർ ദെയർ ഇൻ ഈച്ച് മെട്രിക്സ്. ഇതാണ് ഇതിൻ്റെയൊക്കെ ഓർഡർ എഴുതാൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2 റോ 2 കോളം. അപ്പോൾ എത്ര ഓർഡർ? 2/2. നമ്പർ ഓഫ് എലമെൻറ്റ്സ്, എത്ര എലമെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്? 1 2 3 4 എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ 4. ഇനി ഇത് നോക്കി, ഇതിൻ്റെ ഓർഡർ അപ്പോൾ എത്ര ആയിരിക്കും? എത്ര റോ നോക്കുക? 1 2 3 റോ. എത്ര കോളം? 1 2. അപ്പോൾ 3/2. ഇതിൻ്റെ ഓർഡറാണ് 3/2. എത്ര എലമെൻറ്റ്സ് ഉണ്ടെല്ലാം കൂടെ? 6 ആണ്. അപ്പോൾ അത് 6 എന്ന് കിട്ടും. ഇവിടെ ഓർഡറോ? 1 2. ഓർഡർ 2. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓർഡർ റോസ് 2, കോളംസ് 3. അപ്പോൾ ഇത് 2/3. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 6. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നോക്കി, 2/2 ആയപ്പോൾ 4 എലമെൻറ്റ്സ്. ഇപ്പോൾ ഇവിടെ 2/3 ആകുമ്പോൾ ആ 2 × 3 ചെയ്താൽ മതി, 6 എലമെൻറ്റ്സ് കിട്ടും. അടുത്ത അതുപോലെ തന്നെ 2/3 ആണ്. ഇവിടെ 3/2, അപ്പോൾ 3/2 എന്ന് പറയുമ്പോൾ 3 × 2 6 കിട്ടി. ഇവിടെ 2/3 2 × 3 ഇവിടെയും 6 കിട്ടി. നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര കിട്ടും? 6 കിട്ടും. അപ്പം നമുക്കത് ഇങ്ങനെ പറയാം. ഇഫ് ദ ഓർഡർ ഓഫ് എ മെട്രിക്സ് ഈസ് m/n, അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ്? അടുത്തൊരു ക്വസ്റ്റൻ ആണിത്. ഓഫ് എലമെൻറ്റ്സ് ഹാവിങ് 6 എലമെൻറ്റ്സ്. നമുക്ക് ഓരോന്ന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ, ഓർഡർ ഓഫ് ദി മെട്രിക്സ് m/n ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് mn. ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഈച്ച് റോ കണ്ടെയ്ൻസ് n എലമെൻറ്റ്സ്. ഓരോ റോയിലും എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? n എലമെൻറ്റ്സ് ഉണ്ടാവും. ഈച്ച് കോളം കണ്ടെയ്ൻസ് m എലമെൻറ്റ്സ്. ഓരോ കോളത്തിലും m എലമെൻറ്റ്സ് ഉണ്ടാവും. വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഓഫ് എ മെട്രിക്സ് ഹാവിങ് 6 എലമെൻറ്റ്സ്? 6 എലമെൻറ്റ്സ് ഉള്ള ഒരു മെട്രിക്സിന് ഏതൊക്കെ ഓർഡർ വരാമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതൊക്കെ 6 എലമെൻറ്റ്സ് പറയുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് 6 വന്നാൽ മതി. അങ്ങനെയുള്ള പേരുകൾ നോക്കുക. 1/6, 2/3, 3/2 ആൻഡ് 6/1. ഇത്രയും പോസിബിൾ ഓർഡേഴ്സ് നമുക്കുണ്ടാവും. കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ്. അടുത്താണ്. ഹൂസ് എലമെൻറ്റ്സ് ആർ ഗിവൺ ബൈ Aij = i + j the whole square. അതിനകത്ത് എലമെൻറ്റ്സ് ഇങ്ങനെയാണ് കിട്ടുന്നത്, i + j the whole square. അപ്പോൾ എത്ര? 2/2 ആണ് നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ 2 റോയും 2 കോളംസും. നമുക്കത് നോക്കിയാൽ A = നമുക്ക് ആദ്യം തന്നെ ജനറലായിട്ട് ഇങ്ങനെ എഴുതാം. A11, A12, A21, A22. അപ്പോൾ A11 കാണുന്നത് എങ്ങനെ? Aij എന്ന് പറഞ്ഞാൽ i + a സ്ക്വയർ. അപ്പോൾ A11 എന്ന് പറയുമ്പോൾ 1 + 1 സ്ക്വയർ, അത് 4 ആവും. A12 1 + 2 സ്ക്വയർ, 1 + 2 3 ആണ്, 3 സ്ക്വയർ എത്ര? 9 ആയി. ദെൻ A21 2 + 1 the whole square, 3 സ്ക്വയർ 9 ആയി. A22 2 + 2 the whole square = 16 ആയി. കാരണം 4 സ്ക്വയർ ആണ്, 16 കിട്ടും. അങ്ങനെ നമുക്ക് A എന്നുള്ള മെട്രിക്സ് എഴുതാം. 4 9 9 16. ഇതായിരുന്നു നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ.